Nothing is more powerful than an idea whose time has come. ലോക സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരൻ വിക്ടർ യൂഗോയുടെ വാക്കുകളാണിത്. ഇത് വെറും ഒരു സാഹിത്യ ശകലമല്ല, മറിച്ച് അനീതിക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ചരിത്രത്തിലുടനീളം ഉയർന്നു കേട്ട പാവപ്പെട്ടവന്റെയും യുവാക്കളുടെയും മാറ്റത്തിനായുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇന്ന് ഇന്ത്യയിലെ യുവാക്കളും സാധാരണക്കാരും തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുമ്പോൾ ആ ജനശബ്ദത്തിന് രാഷ്ട്രീയ രൂപം നൽകാനൊരുങ്ങി ഒരു പുതിയ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. രാജ്യത്തെ സാധാരണക്കാരുടെയും യുവാക്കളുടെയും പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ, നേരിട്ടറിയാൻ CJP മറ്റൊരു പുതിയ പ്രഖ്യാപനവും മറ്റൊരു പുതിയ രാജ്യവ്യാപക മുന്നേറ്റവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്യാ ബോൽത്തി പബ്ലിക്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ മഹാരാഷ്ട്രയിലെ വസതിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. വരാനിരിക്കുന്ന 2026 സെപ്റ്റംബറോടെ ഈ ക്യാമ്പയിൻ രാജ്യത്തുടനീളം ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ രാജ്യത്തെ ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയെ രൂക്ഷമായ ഭാഷയിലാണ് അഭിജിത്ത് വിമർശിച്ചത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഇന്ന് പല കുടുംബങ്ങൾക്കും താങ്ങാനാവാത്ത ചിലവേറിയതായി മാറിയിരിക്കുന്നു. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ഉയർന്ന ബിരുദങ്ങൾ കരസ്ഥമാക്കിയ യുവാക്കൾ തൊഴിലില്ലാതെ തെരുവിൽ അലയേണ്ടി വരുന്ന ദയനീയമായ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ അടിയന്തര പരിഷ്കരണങ്ങളും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും CJP തങ്ങളുടെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാക്കുന്നത്. അടുത്തിടെ രാജ്യത്ത് അരങ്ങേറിയ വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രതിഷേധങ്ങളുടെ വലിയൊരു വിജയമാണ് മുൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് ദീപ്കെ വിലയിരുത്തുന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഭരണകൂടങ്ങളെ തിരുത്താൻ സാധിക്കുന്നതിന്റെ തെളിവ് കൂടെയാണിത്. തങ്ങളുടെ പുതിയ പ്രസ്ഥാനത്തിന്റെ രീതി കൂടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ദീപ്കെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്തത്. മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ വീക്ഷണങ്ങൾക്കനുസൃതമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരിക്കും ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുക. കേവലം അധികാര രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തെ യുവതലമുറയുടെ പ്രതീക്ഷകളും ആശങ്കകളും നേരിട്ടറിഞ്ഞ് പ്രവർത്തിക്കാനാണ് ഈ ക്യാമ്പയിനിലൂടെ CJP ലക്ഷ്യമിടുന്നത്. ഒരു വിഭാഗീയതയ്ക്കും ഇടമില്ലാതെ പൂർണ്ണമായും ഒരു മതനിരപേക്ഷ കൂട്ടായ്മയായി മുന്നോട്ടു പോകാനാണ് പ്രസ്ഥാനത്തിന്റെ തീരുമാനം. സംഘടന രാജ്യവ്യാപകമായി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി CJP തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അംഗത്വം നേടാനുള്ള QR കോഡും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊപ്പം നേതാക്കൾ പൊതുജനങ്ങൾക്ക് കർശനമായ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. CJP യാതൊരുവിധ ഫണ്ട് ശേഖരണവും നടത്തുന്നില്ല. പാർട്ടിയുടെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളിലും സാമ്പത്തിക പിരിവുകളിലും ജനങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നും പൂർണ്ണമായും സുതാര്യമായ രീതിയിലാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. വിക്ടർ യൂഗോ പറഞ്ഞതുപോലെ മാറ്റത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് യുവാക്കളെ തെരുവിലിറക്കുന്നത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ക്യാ ബോൽത്തി പബ്ലിക് എന്ന ഈ പ്രചാരണ പരിപാടി രാജ്യത്തെ സാധാരണക്കാരുടെയും യുവാക്കളുടെയും ജീവിതത്തിൽ എത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. Waytonikah.com, the exclusive Muslim matrimonial site.